ഹലോ കൂട്ടുകാരെ, മഴ മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ വിളിക്കുകയാണ്. സ്റ്റാൻലി, താങ്കൾ നാളെ ഫ്രീ ആണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. മറ്റൊന്നുമല്ല, ഞാൻ അലീനയെ അവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിളിച്ചതെന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, നാളെ ഞാൻ ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല, താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ബാലചന്ദ്രൻ, ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ വേണമെങ്കിൽ അവളെ വന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ അതും ചെയ്യാമെന്ന്. അപ്പോൾ ബാലൻ പറയും, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾ ആരാണെന്ന് ഇവിടെ അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ അവളെ കുടുംബമാക്കി തന്നോളാം എന്ന്. അപ്പോൾ സ്റ്റാൻലി പറയും, നാളെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വരാമെന്ന് പറയുകയാണ്. എന്നാൽ ശരി, നമുക്കിന്ന് നാളെ കാണാം. അപ്പോൾ ബാലചന്ദ്രൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അവരുടെ കാര്യമൊന്നും ഞാൻ പിന്നീട് ചോദിച്ചില്ല, അവർക്കെല്ലാം ഇതറിയുമ്പോൾ പ്രശ്നമാവില്ലേ? അപ്പോൾ സ്റ്റാൻലി പറയാം, പ്രശ്നമാവില്ലേന്ന് ചോദിച്ചാൽ പ്രശ്നമൊക്കെ ആവും, അത് പക്ഷെ അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം, അതൊക്കെ എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളുള്ളൂ, ഒന്നുമില്ലെങ്കിൽ ഞാൻ അവളുടെ അച്ഛനല്ലേ പറയുകയാണ്. പിന്നെ അപ്പോൾ ബാലൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ അവളൊരു ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളവളെ എനിക്ക് തിരിച്ചു തന്നേക്കണം. അതുപോലെ തന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും അവളെ തിരിച്ചിങ്ങോട്ട് പറഞ്ഞയച്ചേക്കണം എന്ന് പറയുകയാണ്. എന്നിട്ട് അത് പറഞ്ഞു നിർത്തിയിട്ടാണ് ബാലൻ ഫോൺ വെക്കുന്നത്. പിന്നെ അലീനയും മനുവും കൂടി തിരിച്ച് നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിച്ചേരുകയാണ്. അപ്പോൾ മനു പറയും, എന്നാൽ ശരി, നീ ഇറങ്ങിക്കോ, യാത്ര പറച്ചിലൊക്കെ ഇനി ബാക്കി നടത്താനുള്ളതല്ലേ, ഞാൻ പോവുകയാണെന്ന്. അപ്പം അലീന പറയും, മനുവേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പറയാതെ തന്നെ മനുവേട്ടൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം മനു പറയും, എനിക്ക് നീ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലായി, ഞാനിവിടെ ഇറങ്ങി, ഇവിടെ നിന്ന് നീ കുറച്ച് നേരം ഇരുന്ന് എല്ലാവരോടും ചിരിച്ച് സംസാരിച്ച് നീ ഉണ്ടാക്കി തരണ ചായയും കുടിച്ചിട്ട് പോകണമെന്നല്ലേ നീ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അലീന പറയും, അപ്പം ഞാൻ പറയാണ്ട് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനുവേട്ടന് മനസ്സിലാക്കാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ അലീന പറയും, അത് തന്നെ എന്ന് പറയുകയാണ് മനു. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ മനു അലീനയുടെ കൈ പിടിച്ചിട്ട് വീടിൻ്റെ അകത്തേട്ട് കയറ്റാൻ നോക്കുകയാണ്. അപ്പോൾ അലീന ചോദിക്കുക, ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ മനു പറയും, അല്ല, ഇതെന്തെങ്കിലും ഒരു പ്രാക്ടിക്കലായി നടക്കാൻ പറ്റുമോ, പ്രാക്ടിക്കലാക്കാനുള്ളതാണല്ലോ നമ്മൾ നോക്കുന്നത്, അപ്പോൾ അതിന് മുൻപ് ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ, എന്നെങ്കിലും നമുക്ക് ഈ വീട്ടിലോട്ട് ഇങ്ങനെ കയറാൻ പറ്റുമല്ലോ, അപ്പോൾ അതിന് മുൻപുള്ള ഒരു റിഹേഴ്സൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളെയും പിടിച്ചിട്ട് അകത്തോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ എന്താ കൃഷ്ണമോൾ ഓടി വരുന്നു. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കും, അല്ല, അതിന് ചേച്ചി ശരണ്യയുടെ വീട്ടിലോട്ടല്ലേ പോയത്, എന്നിട്ടിപ്പോൾ എവിടെ നിന്ന് വഴിയിൽ നിന്ന് മനുവേട്ടനെ കിട്ടിയത്? അപ്പോൾ മനുവേട്ടൻ പറയും, ഞാൻ റോട്ടിൽ കൂടെ നടന്നു വരുമ്പോഴേ താഴത്ത് അലീന വീണ് കിടക്കണം, അപ്പോൾ അവളെ ഞാൻ പെറുക്കിയിട്ട് വണ്ടിയിലിട്ട് കൊടുന്നതാണ്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബബിതയും വരും. ബബിതയെ കണ്ടപ്പം മനു ചോദിക്കും, അല്ല, നീ എന്താ ഉറങ്ങുമായിരുന്നു ബബി, ഒരു ക്ഷീണം പോലെയാണ്? എനിക്കൊരു ചെറിയ ക്ഷീണം തോന്നിയപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു മനുവേട്ട എന്ന് പറയും. പിന്നെ ബാലനും വരും. അങ്ങനെ ബാലനും എല്ലാവരും കൂടി സംസാരിക്കണം. ബാലൻ പറയും, അല്ല, എന്താ ഈ യാത്രയെ പറച്ചിലൊക്കെ, അവിടെ എന്താണ് അവസ്ഥ എന്ന്? എല്ലാവർക്കും സന്തോഷമായി ഉണ്ടാവുമല്ലോ അല്ലേ അലീന പോകുന്നത് കേട്ടപ്പോൾ എന്ന്. അപ്പം മനു പറയും, എല്ലാവർക്കും സന്തോഷമായിട്ടല്ലേ, രണ്ടുപേർക്ക് സന്തോഷമായി, അതൊന്ന് കമ്മൽ, എൻ്റെ അമ്മ, രണ്ടാമത്തത് വൈജാനി, അവർക്ക് രണ്ടുപേർക്ക് സന്തോഷമായി, ബാക്കി ആർക്കും സന്തോഷമൊന്നും ഇല്ലല്ലോ എന്നും. അപ്പോൾ അലീന പറയും, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം, മനുവേട്ടൻ ഇരിക്കുകയെന്ന് പറയണം. അങ്ങനെ അവരെല്ലാവരും കൂടി ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അലീന ചായയൊക്കെ എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് പറയും, ഞാൻ രോഹിത്തിനെ വിളിക്കട്ടെ, രോഹിത്തിന് ചായ കൊടുക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പം ബാലൻ പറയും, ഞങ്ങൾ നാളെ പോകണമെന്നാണ് വിചാരിക്കുന്നത് അലീനനെ കൊണ്ടാക്കാൻ. പിന്നെ മോളെ, നീ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞ പോലെ നീ ആ പുതിയ വീട് കണ്ടാൽ നീ അത്രയും ഷോക്കായി പോകും, കാരണം നീ അത്രയും നല്ലൊരു സെറ്റപ്പിലോട്ടാണ് പോണത്. അപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് മാറ്റിയിട്ട് ഇനി അലീന ഇൻ വണ്ടർലാൻഡ് എന്നാക്കേണ്ട അവസ്ഥയാവും, കാരണം അത്രയ്ക്ക് നല്ല സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വീട്ടിലോട്ടാണ് പോകുന്നത്, നല്ല ആൾക്കാരും നല്ല അന്തരീക്ഷമൊക്കെയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അലീന ചോദിക്കും, അച്ഛൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ തോന്നും എന്നെ വേറെ ഏതോ രാജ്യത്തേക്ക് കടത്തുന്ന പോലെയാണെന്ന്. അപ്പോൾ ബാലൻ പറയും, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാമെന്ന്. അപ്പം അതൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബബിത പറയും, അല്ല അച്ഛ, എന്താ അച്ഛൻ എന്തോ ഒരു കാര്യം ഒളിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ട്, ഞാൻ കണ്ടുപിടിച്ചോളാമെന്ന്. അപ്പം ബാലൻ പറയും, മോളെ, കള്ളത്തരങ്ങളൊന്നും കണ്ടുപിടിക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത് എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ മനുവിനും കൃഷ്ണയ്ക്കും ഒരു മനസ്സിലാവട്ടത് ബാലൻ ഓരോന്ന് കൊള്ളിച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ മനു പറയും, കണ്ടോ അങ്കിൾ ഓരോ കളി പറയുകയാണ്, നിങ്ങളത് വിട്ടേക്ക് എന്ന് പറഞ്ഞ് അതവിടെ തീരും. പിന്നെ നമ്മുടെ ബബി കുളിച്ചിട്ട് ഇങ്ങനെ വരുന്ന സമയത്താകും ബബിയുടെ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫോൺ എടുത്തപ്പോൾ വൈജിയാണ്. അപ്പോൾ വൈജി ചോദിക്കും, എന്താണ് എന്നെയോ ഇങ്ങോട്ടൊന്നും വിളിക്കുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ എന്താ നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര ഡിലേ എന്ന് ചോദിച്ച് വൈജി ചൂടാവുകയാണ്.
അപ്പോൾ അബി പറയും ഞാൻ കുളിക്കായിരുന്നു അമ്മേ. പിന്നെ അമ്മേനെ വിളിച്ചിട്ട് എന്താ, അമ്മയ്ക്ക് ഓരോ തോന്നിവാസം പറയാൻ വേണ്ടിയിട്ടല്ലേ, ആ തോന്നിവാസം പറയുന്നത് എന്തിനാണ് ഞാൻ കേൾക്കുന്നത്, അതിനും ഭേദം ഫോണിൽ വല്ല വീഡിയോയും കണ്ടിരുന്നാൽ മതിയല്ലോ, അപ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ആവും. അപ്പോൾ വൈജ വീണ്ടും ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്, അല്ല അലീനമ്മയുടെ എന്നാണ് പോണത്, ഏത് വീട്ടിലോട്ടാണ് പോകുന്നത്, ആ എറണാകുളത്തുള്ള വീട്ടിലോട്ടാണ് പോകുന്നത്, നിങ്ങളെല്ലാവരും കൂടി പോയെന്ന് തെണ്ടിത്തുന്ന ആ വീട്ടിലോട്ടാണോ അത് വേറെ വല്ല വീട്ടിലോട്ടാണോ എന്ന്. അപ്പോൾ ബബി പറയും അതെന്തിനാ അമ്മയ്ക്ക് അറിയേണ്ട ആവശ്യം, എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇനി ഏത് കുടുംബമാണ് നശിപ്പിക്കാൻ പോകണതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്, എനിക്ക് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവൾ അവിടെ നിന്ന് പോയാൽ മതി എന്ന് പറയും. പിന്നെ വൈജ പറയും ഞാനന്ന് പറഞ്ഞില്ലേ നിൻ്റെ അച്ഛനെ കുറിച്ചിട്ടും അലീനയെക്കുറിച്ചിട്ടും ഇപ്പം എല്ലാം സത്യമായി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ബബിതേനെ ഇരുന്ന് ഇങ്ങനെ ചൊറിയാണ്. ബബിത പറയും അമ്മ ഇങ്ങനത്തെ അനാവശ്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അമ്മ എന്നെ വിളിക്കരുത്, ദയവ് ചെയ്തിട്ട് എൻ്റെ നല്ല മൂഡ് അമ്മ കളയരുത്, ഒരാളെ സമാധാനം കളയാൻ എൻ്റെ അമ്മയെ കഴിഞ്ഞിട്ട് വേറെ ആർക്കും ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബബിതയും തിരിച്ചിങ്ങനെ പറയാണ്. അപ്പോൾ വൈജിയും നല്ല മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിനിടയ്ക്ക് ബബിത ഒന്ന് ചോദിക്കുന്നുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബബിത ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഇങ്ങനെ വലിയ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ, അമ്മ കുറേ വർഷങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറയും. അപ്പോൾ വൈജ പറയും നീ എന്താ അങ്ങനെ പറഞ്ഞത്, അതൊക്കെ ഉണ്ട്, അത് അമ്മ പിന്നെ ആലോചിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവൾ ഫോൺ വെക്കും. അപ്പോഴാണ് അലീന ബബിതയ്ക്കും കൊണ്ടുള്ള ചായയും കൊണ്ട് വരുന്നത്. അങ്ങനെ അലീന ചോദിക്കും എന്താ മോളെ നിനക്കൊരു വിഷമം പോലെ, എന്താ പറ്റിയത്, നിൻ്റെ മൂടാരാ മാറ്റിയത്. ബബി പറയും വേറെ ആരാ, എൻ്റെ അമ്മ വിളിച്ചിട്ട് ഓരോന്ന് വിളിച്ചിട്ട് എന്നെ വിളിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് എന്നൊക്കെ പറയാം, എൻ്റെ മൂടാകെ അമ്മ നശിപ്പിച്ചു എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയും നീ അങ്ങനെ അമ്മയുടെ അടുത്ത് ചൂടാവരുത്, അമ്മ വിചാരിക്കുന്നത് അമ്മയുടെ അടുത്ത് നമ്മൾക്ക് എപ്പോഴും സ്നേഹം എന്നാണെന്നല്ലോ, മക്കളെപ്പോഴും അമ്മമാരെ സ്നേഹിക്കുമെന്നാണല്ലോ അമ്മമാർ വിചാരിക്കുക, അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പുറത്താണ് വിളിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അവരെ വേദനിപ്പിക്കരുത്, നീ നല്ലപോലെ തന്നെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് രോഹിത് അങ്ങോട്ട് വരുന്നത്. പിന്നെ രോഹിത്തും ബബിതയും അങ്ങോട്ടും ഇങ്ങോട്ടും വരെ തമാശയ്ക്ക് ഓരോ കളിയാക്കലുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് രോഹിത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ബബിതയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ല, ബബിതനെ കളിയാക്കിയതുപോലെ ബബിതയ്ക്ക് തോന്നുക. അപ്പോൾ ബബിത എന്ത് ചെയ്യും, രോഹിത്തിൻ്റെ പിന്നാലെ ഓടിയിട്ട് സോഫയിലുണ്ടായിരുന്ന ചെറിയൊരു തലേണയൊക്കെ എടുത്തിട്ട് രോഹിത്തിനെ എറിയും, രോഹിത്തിൻ്റെ പിന്നാലെ എറിഞ്ഞ് രോഹിത്തിനെ ഓടിച്ചിട്ട് പിടിച്ചടിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അതൊക്കെ അവർ തമ്മിൽ അവർ തമ്മിൽ ഒരു പഴയ ഒരു സ്നേഹത്തിലോട്ട് എത്തി, അതായത് അലീന കാരണം തന്നെ സിബിലിങ്സ് തമ്മിലൊരു സ്നേഹവും ഇഷ്ടമൊക്കെ ആയി, അതൊക്കെയാണ് അവിടെ കാണുന്നത്. പിന്നെ രാത്രിയായപ്പോൾ അലീന വന്നിട്ട് കിടക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൃഷ്ണമോള് വരുന്നത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്ന ആൾ ചേച്ചി പോകല്ലേ, എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ഭാരം പോലെ. അപ്പോൾ അലീന പറയും നീ എന്തിനാ നമ്മളെ വിഷമിക്കണത്, ഞാൻ പോയാലും ഞാൻ നിന്നെ ഫോൺ ചെയ്യും, വീഡിയോ കോൾ ചെയ്യും, ഞാൻ നിന്നെ ഇടയ്ക്ക് വരും, പിന്നെ നീ എന്തിനാ വിഷമിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയും അല്ല ചേച്ചി, നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഇവിടെ എത്ര സമാധാനമായിട്ട് ഇവിടെ കഴിയാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ എല്ലാം നശിപ്പിക്കല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും ഞാൻ പോയാലെങ്കിലും മാഡം തിരിച്ചു വന്നാൽ കഴിഞ്ഞാൽ കുടുംബം പഴയതുപോലെ ആവുമല്ലോ മോളെ എന്നൊക്കെ പറയണം. അപ്പം അങ്ങനെ വിഷമിച്ചിട്ട് കൃഷ്ണ പറയും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലായിരുന്നോ ചേച്ചി, എന്നിട്ട് നമുക്ക് ഈ പിരിയേണ്ടി വന്നല്ലോ എന്ന്. അപ്പോൾ അലീന പറയും നമ്മളെന്തായാലും പിരിയേണ്ട മക്കളെ, നമ്മളെല്ലാവരും പല വഴിക്കും പോകേണ്ടവർ തന്നെയാണ്, അതിന് മുൻപുള്ള കുറച്ച് കാലം അപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റിയല്ലോ എന്ന് വിചാരിക്കാം എന്ന് പറഞ്ഞ് പാവം കൃഷ്ണയെ അലീന ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ അലീന രാവിലെ എണീറ്റിട്ട് ജോലി ചെയ്യാൻ വരുമ്പോൾ കൃഷ്ണയും ബബിതയും സമ്മതിക്കുന്നൊന്നുമില്ല ജോലി ചെയ്യാൻ. ചേച്ചി ഇന്നൊന്നും ജോലി ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അലീനയ്ക്ക് പോകുമ്പോഴുള്ള പുതിയ സാരിയൊക്കെ അവർ കൊടുക്കുന്നുണ്ട്.